വെൽക്കം ടു ഫുട്ബോൾ ആൽക്കമിസ്റ്റ്. അപ്പോൾ സംസാരിക്കാനുള്ളത് ബാഴ്സലോണ വേഴ്സസ് റയൽ ബെറ്റിസ് മാച്ചിനെ കുറിച്ചാണ്. മാച്ചിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ 5 ഗോൾ അങ്ങോട്ട് അടിച്ചിട്ടുണ്ട് ഓപ്പോണൻറ്റിൻ്റെ പോസ്റ്റിലേക്ക്. റയലിനെതിരെ നമ്മൾ 5 ഗോൾ അടിച്ചു. എക്കെയിൻ ഇവിടെ റയൽ ബെറ്റിസിനെതിരെ നമ്മൾ 5 ഗോൾ അടിച്ചു. ക്രെഡിറ്റ്സ് ടു നമ്മുടെ ഹാൻസി ഫ്ലിക്ക്. ആ മനുഷ്യനാണ് ടീമിലെ മെൻറ്റാലിറ്റിയും കാര്യങ്ങളും ഈ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേയും ഇതെല്ലാം ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? നമ്മൾ ഔട്ട് ആൻഡ് ഔട്ട് റയൽ ബെറ്റിസിനെ ഡോമിനേറ്റ് ചെയ്തു. ഫ്രം ഫസ്റ്റ് മിനിറ്റ് ടു ആ ഒരു 90-93 മിനിറ്റ് വരെ നമ്മൾ അവരെ സമ്പൂർണ്ണമായിട്ടും കൈപ്പിടിയിൽ ഒതുക്കുന്നുണ്ട്. 5 ഗോള് നമ്മൾ അടിച്ചു. അത് തന്നെ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ലെവലിനെ കുറിച്ച് നമുക്കിങ്ങനെ പറഞ്ഞു തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യുന്ന ഗോൾ കീപ്പർ ആരാണ്? ഇനാക്കി പെനയാണ്. അവിടെ സെൻട്രൽ ബാക്കുകളായിട്ടുള്ളത് കുബാർസിയും അറാഹോ. അപ്പോൾ അറാഹോനെ കുറിച്ച് പറയാലോ. അറാഹോ എന്ന് പറയുന്ന മനുഷ്യൻ ക്ലബ്ബ് വിട്ട് പോകുന്നുള്ള റൂമേഴ്സ് എന്നല്ല, അത്യാവശ്യം കൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സും, അല്ലെങ്കിൽ ആൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആൾക്ക് ക്ലബ്ബ് വിടാൻ, അതേപോലെ തന്നെ ബിഡ് വരുന്ന അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനലി ആൾ ബാഴ്സയോടൊപ്പം സ്റ്റേ ചെയ്യാം എന്നുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതാണ് ഫാബ്രിസിയോ അടക്കമുള്ളവർ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡെക്കോയും ലപ്പോർട്ടയും ചേർന്നിട്ട് നിലവിൽ അറാഹോനെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. നമുക്ക് അങ്ങനെ അങ്ങോട്ട് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല അറാഹോ. അൺലെസ് നമുക്കൊരു നല്ല സ്ട്രോങ് പ്ലെയർ ഉണ്ടെങ്കിൽ, അതായത് അറാഹോനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ എന്നെങ്കിലും പറയാം. പക്ഷേ ഒരു റീപ്ലേസ്മെൻ്റ് ഇല്ലാതെ നമുക്ക് അറാഹോനെ പോലത്തെ ഒരു പ്ലെയർ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അറാഹോ പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യും. അതുപോലെ തന്നെ സാലറി ഇൻക്രിമെൻ്റ് ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. എനിവേ കൂടുതൽ കാര്യങ്ങൾ നമ്മളെന്തായാലും കണ്ടറിയേണ്ടതാണ്. അപ്പോൾ നമ്മൾ മാച്ചിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അറാഹോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ കുബാർസി പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ മാച്ചിലും കുബാർസിൻ്റെ കളി കളിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കോണ്ടയാണ്. ലെഫ്റ്റ് ബാക്കായിട്ട് ജെറാഡ് മാർട്ടിനാണ്. മിഡ്ഫീൽഡിൽ ആ ഒരു പിവറ്റിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഫ്രങ്ക് ഡിയോങ് ആണ്. ഫ്രങ്ക് ഡിയോങ് എനിക്ക് തോന്നുന്നു കുറച്ച് കാലത്തിന് ശേഷമാണ് ആൾ സ്റ്റാർട്ടിംഗ് ലെവലിലേക്കൊക്കെ എത്തുന്നത്. ഫ്രങ്കിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഹാൻസി ഫ്ലിക്കിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് താരങ്ങളുടെ ലിസ്റ്റിലൊന്നും ഫ്രങ്ക് ഇല്ല. അതൊരു ഫാക്റ്റാണ്. അതുകൊണ്ടായിരിക്കണം ഇടയ്ക്ക് ആൾ ക്ലബ്ബ് വിടും എന്നുള്ള റൂമേഴ്സൊക്കെ ഇവിടെ നിന്നൊക്കെ പൊന്തി വന്നത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഗാവിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പെഡ്രിയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റൈറ്റിൽ യമാൽ, ലെഫ്റ്റിൽ റഫീഞ്ഞ, ആൻഡ് ഇന്ന് ലെവൻഡോസ്കി സ്റ്റാർട്ട് ചെയ്യുന്നില്ല. പകരം അവിടെ ഒരു ഫോൾസ് 9 നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഡാനി ഓൽമോ എന്ന് പറയുന്ന പ്ലെയറെ നമ്മളവിടെ ഫോൾസ് 9 ഇട്ടു. ആൻഡ് ആ ഒരു എക്സ്പെരിമെൻറ്റ് നന്നായിട്ട് വർക്ക് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു റയൽ ബെറ്റിസ് മാച്ചിൽ നല്ല പെർഫോമൻസ് ആണ് ഇന്നും ഡാനി ഓൽമോ ഗ്രൗണ്ടിലേക്ക് വന്നതിന് ശേഷം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞു വരാം. ഫസ്റ്റ് ഗോൾ അടിക്കുന്ന ആരാണ്? ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് ഗാവി മോനാണ്. ഗാവിയെ ഗോൾ അടിച്ചതിന് ശേഷം സെലിബ്രേറ്റ് ഒന്നും ചെയ്യുന്നില്ല. കാരണം ആൾ ലാമാസിയയിലേക്ക് എത്തുന്നതിന് മുമ്പ് കളിച്ചിട്ടുണ്ടായിരുന്നത് റയൽ ബെറ്റിസിൻ്റെ അക്കാഡമിയിലാണ്. സോ ആളുടെ ഒരു ബോയ്ഹുഡ് ക്ലബ്ബാണ്. അതുകൊണ്ട് ആൾ സെലിബ്രേറ്റ് ഒന്നും ചെയ്യാൻ തയ്യാറാവുന്നില്ല. എനിവേ ആ ഗോൾ വന്ന വഴി നോക്കുകയാണെങ്കിൽ, അതായത് പെഡ്രി ടു ഡാനി ഓൽമോ ടു ഗാവി, ആൻഡ് ഗാവി അടിപൊളിയായിട്ട് അത് ഫിനിഷ് ചെയ്യുന്നു. അപ്പം ഗാവി ഇഞ്ചുറി മാറി തിരിച്ചു വന്നതിന് ശേഷം നിലവിൽ 2 ഗോളുകൾ ഓൾറെഡി അടിച്ചു കഴിഞ്ഞു. 2ഉം സൂപ്പർ ഗോളുകളാണ്. ഇന്നലെയൊക്കെ ആൾ ആ ബോക്സിൽ നിന്ന് എടുക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. ആൾ ആ ഒരു ഓപ്പണൻറ്റ് പ്രഷർ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പ്രഷറിന് വിധേയനാവാതെ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ഗോൾ സ്കോർ ചെയ്ത് പോസ്റ്റിലേക്ക് കയറ്റുന്നത് നമുക്ക് ഭയങ്കര ഏർലി ആയിട്ടുള്ള ഒരു ലീഡും അവിടെ തരികയാണ്. അപ്പം അവിടെ വർക്ക് ചെയ്തിട്ടുള്ള കോംബോ ഏതാണ്? പെഡ്രി, ഡാനി ഓൽമോ ആൻഡ് ഗാവി കോംബോ ആണ്. ഇന്നലെ മാച്ചിൽ ഉടനീളം ഗ്രൗണ്ട് ഭരിച്ചിട്ടുള്ളൊരു കോമ്പിനേഷനാണത്. ഈ 3 പയ്യന്മാരും, ഒരു ഫോൾസ് 9ഉം അതുപോലെ 2 മിഡ്ഫീൽഡർമാരും, ഇവർ ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു ഇന്ന്. ഗ്രൗണ്ടിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പുറത്ത് പോകുന്നവരെ ഇവരങ്ങോട്ട് റയൽ ബെറ്റിസിൻ്റെ നെഞ്ഞത്ത് കയറിയിട്ട് ദഫ്മുട്ട് നടത്തുകയായിരുന്നു നമുക്ക് പറയാം. അതേപോലെ തന്നെ ഫ്രാങ്ക് ഡിയോങ്ങും നമ്മുടെ മിഡ്ഫീൽഡിൻ്റെ പ്യൂർ ഡോമിനേഷൻ ആയിരുന്നു. അപ്പം ഈ ഫ്രാങ്ക് ഡിയോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രാങ്കി തിരിച്ചു വന്നിട്ട് നല്ലൊരു പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പം ഫ്രാങ്കിൻ്റെ കളി നോക്കുവാണെങ്കിൽ ആൾ കുറേ കാലമായിട്ട് നല്ല ഡിപ്പിലാണെന്ന് നമുക്കറിയാം. ഈ ഒരു മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റി. നല്ല പാസുകൾ കൊടുക്കുന്നുണ്ട്, വലിയ മിസ്റ്റേക്കൊന്നും വരുത്തുന്നില്ല. ഡിഫെൻസീവ്ലി ആൾ നല്ല രീതിക്ക് ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾ നല്ലൊരു അസിസ്റ്റ് കൊടുത്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഓഫ് സൈഡായിപ്പോയി. 2ാമത്തെ ഗോൾ അടിക്കുന്നത് ജൂൾസ് കൂണ്ടയാണ്, നമ്മുടെ റൈറ്റ് ബാക്കായിട്ടുള്ള ജൂൾസ് കൂണ്ടെ. ആ കൂണ്ടെ ഗോൾ അടിക്കുന്ന അവിടെയൊക്കെ ബോൾ വന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഭയങ്കര രസമാണ്. പെഡ്രി എന്ന് പറയുന്ന നമ്മുടെ മായാജാലക്കാരൻ്റെ അടുത്തേക്ക് ഒരു ബോൾ വരികയാണ്. ആൾ ആ ബോൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്?
നേരെ യമാലിലേക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിലേക്ക് കൂണ്ടെ ഒന്ന് എൻ്റർ ആവുന്നുണ്ട്. കൂണ്ടെ അത് മനോഹരമായിട്ട് ഫേക്ക് ചെയ്തിട്ട് യമാലിലേക്ക് എത്തിക്കുന്നു. യമാലിൻ്റെ കാലിലേക്ക് ബോൾ എത്തുമ്പോൾ യമാലിൻ്റെ ഫസ്റ്റ് ടച്ച് തന്നെ ഒരു ചിപ്പ് പാസ് നേരെ കൂണ്ടയിലേക്ക് പോകുന്നു. കൂണ്ടെ അത് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്യുന്നു. എന്ത് രസമുള്ളൊരു ഗോളാണത്. ഒരു രക്ഷയില്ലാത്ത ഗോളാണ് അവിടെ കൂണ്ടെ അടിച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് ആ ഒരു അസിസ്റ്റ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അസിസ്റ്റാണ്. വെറും 17 വയസ്സുള്ള ലാമിൻ യമാൽ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ കാലുമെന്ന് വന്നിട്ടുള്ളത്. വേറെ ലെവൽ അസിസ്റ്റ്. നമ്മുടെ മൂന്നാമത്തെ ഗോൾ അടിക്കുന്നതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റഫീഞ്ഞ ഒരു ഉഗ്രം ഗോൾ അടിക്കുന്നുണ്ട്. ആ ഗോൾ വരുന്നത് എങ്ങനെയാണ്? അവിടെയും ലാമിൻ യമാലിനെ കുറിച്ച് നമ്മൾ പറയണമല്ലോ. ലാമിൻ യമാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ബോൾ ക്യാരി ചെയ്ത് ടേക്ക് ഓൺ ചെയ്ത് വന്ന് ഫൈനലി യമാൽ ഒരു ഷോട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അത് ഡിഫ്ലക്റ്റ് ആയിട്ട് റഫീഞ്ഞയിലേക്ക് എത്തുന്നു. റഫീഞ്ഞയുടെ സൂപ്പർ ഫിനിഷ്. ഈ ഒരു സീസണിൽ ആൾ 30 ഗോളെങ്ങാനുമായി. അപ്പം അതാണ് റഫീഞ്ഞൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. റഫീഞ്ഞ ഗോളടിച്ചു. ആൻഡ് നാലാമത്തെ ഗോൾ അടിക്കുന്നത് നമ്മുടെ സ്വന്തം ഷാർക്കാണ്. ഷാർക്കിലേക്ക് ആ ബോൾ കൊടുക്കുന്നത് ഡാനി ഓൾമോ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു അസിസ്റ്റ് ആൻഡ് മറ്റൊരു ഗോൾ. എന്താ പറയുക, ഷാർക്കിനും ഈ ഒരു ഗോളോട് കോൺഫിഡൻസ് കിട്ടട്ടെ, അത് അത്യാവശ്യമാണ്. എസ്പെഷ്യലി നമ്മുടെ ലെവൻഡോസ്കിയൊക്കെ ഒന്ന് ഡിപ്പായി കഴിഞ്ഞാൽ ഷാർക്ക് അവിടെ ഫോമായിട്ട് ഗോൾ സ്കോർ ചെയ്തിട്ട് ടീമിന് വേണ്ടി ക്ലച്ച് മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ ആൾ കോൺഫിഡൻസ് റീഗെയിൻ ചെയ്തെടുക്കേണ്ടത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. എനിവേ വെൽഡൺ ഫെറാൻ ടോറസ്. ആൾ നമ്മൾ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആൾ നല്ലൊരു മൊമെൻറ്റ് കാഴ്ചവെക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നല്ല ഗോളാണ് ആൾ അടിച്ചിട്ടുള്ളത്. 5ാമത്തെ ഗോൾ അടിക്കുന്നത് യമാലാണ്. എന്താ ഞാൻ പറയാം, അടിപൊളി ഗോളാണ് യമാലവിടെ അടിച്ചിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ കുറച്ച് ഗോളൊക്കെ നമ്മൾ അടിച്ചു, പക്ഷേ അതൊക്കെ ഓഫ് സൈഡിൽ പോയി. കൂണ്ടെ 2ാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഓഫ് സൈഡായിരുന്നു. അപ്പോൾ ഗോളൊക്കെ അടിപൊളിയായി. നമ്മളൊരു ഗോൾ കൺസീഡ് ചെയ്തു, അത് പെനാൽറ്റിയിലൂടെ ആയിരുന്നു. പെനാൽറ്റി വേണമെങ്കിൽ ഇനാക്കി പെനക്ക് സേവ് ചെയ്യായിരുന്നു, പക്ഷേ ആ ജഡ്ജ്മെൻറ്റ് തെറ്റിപ്പോയി. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ നമ്മുടെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ വർക്കായി ആൻഡ് നമ്മുടെ പ്ലെയേഴ്സൊക്കെ സ്റ്റെപ്പ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ മാച്ചിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട പ്ലെയേഴ്സിനൊക്കെ നമ്മൾ ബെഞ്ച് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് പറയുമ്പോൾ നമ്മൾ കെസാഡോ വല്ലാണ്ട് ഓടി തളർന്നിട്ടുള്ളൊരു പ്ലെയറാണ്. കെസാഡോനെ നമ്മൾ ബെഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാൾഡേനെ ബെഞ്ച് ചെയ്യുന്നുണ്ട്. ലെവൻഡോസ്കിനെ ബെഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഇത്രയും പേരൊക്കെ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ബെഞ്ച് ചെയ്തത്. പിന്നെ സെസനിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നില്ല, ഇനാക്കി പെന്നെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ സെസനി സസ്പെൻഷനിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഈ ഒരു മാച്ചിൽ നമ്മുടെ എക്സ്പെരിമെൻറ്റ്സും വർക്കായി, നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം സ്റ്റെപ്പ് അപ്പും ചെയ്തു. ഫോൾസ് 9 ആയിട്ട് ഡാനി ഓൾമോനെ കളിപ്പിച്ചത് നല്ല ഇമ്പാക്റ്റ് ഗ്രൗണ്ടിൽ കൊണ്ടുവന്നു. 2 അസിസ്റ്റാണ് ഡാനി ഓൾമോ ആ ഗ്രൗണ്ടിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. രണ്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അസിസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ഗാവിക്ക് കൊടുത്തതും ആൻഡ് ഫൈനലി ഫെറാൻ ടോറസിന് കൊടുത്തിട്ടുള്ളതും. അപ്പം ആളുടെ സ്റ്റാറ്റ്സൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ആൾ 2 അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, 2 കീ പാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, 3 ഔട്ട് ഓഫ് 5 ഡ്യുവൽസ് വിൻ ചെയ്തിട്ടുണ്ട്, 3 ഡ്രിബിൾ അറ്റംപ്റ്റ്സ് ആൾ വിജയിച്ചിട്ടുണ്ട് ആൻഡ് 72 ടച്ചസ്. സോ ഫോൾസ് 9 അൺലോക്ഡ്. അപ്പോൾ അത് ഒരു ആയുധമായിട്ട് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ചില മാച്ചിൽ, ചിലപ്പോൾ ബിഗ് മാച്ചിലൊക്കെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് വർക്ക് ചെയ്യാം. എനിവേ നമുക്ക് വി ഫൗണ്ട് എ ന്യൂ വേ. നമ്മൾ ലെവൻഡോസ്കിയിൽ ഓവർ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളിവിടെ റയൽ ബെറ്റീസിനെ പോലെ, റയൽ ബെറ്റീസ് ഒരു മോശം ടീമാണ് ഒരിക്കലുമില്ല, അവർ നല്ലൊരു സൈഡാണ്. ഈ സീസണിൽ ഓൾറെഡി അവർ നമ്മളെ ട്രോലൊക്കെ കുടുക്കിയിട്ടുള്ള, നമ്മളെ ഇടങ്ങാറാക്കിയുള്ള ഒരു സൈഡാണ്. അപ്പോൾ ആ ഒരു നല്ല സൈഡിനെതിരെ ഒരു ഫോൾസ് 9 എക്സ്പെരിമെൻറ്റ് നമ്മളവിടെ കാഴ്ചവെച്ചിട്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത റിസൾട്ട് അവിടെ ഉണ്ടാക്കിയെടുത്തു. അത് തന്നെ നമ്മൾ ഫോൾസ് 9 ആയി കളിച്ച പ്ലെയർ 2 അസിസ്റ്റ് നേടി, ഗ്രൗണ്ട് മൊത്തം അങ്ങോട്ട് വിളയാടി. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ ഡിഫൻസ് ലൈൻ ഇപ്പോൾ ജെറാർഡ് മാർട്ടിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അറാഹോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ കുറച്ച് പ്രസ്സിന് വൾണറബിൾ ആണ്. അതായത് ഇവരെ ഹൈ ആയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റയൽ ബെറ്റീസിന് നമ്മൾ ട്രിഗർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവർ മിസ്റ്റേക്സ് ഉണ്ടാക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവരെല്ലാം സ്റ്റെപ്പ് അപ്പ് ചെയ്തു, നല്ല രീതിക്ക് പെർഫോം ചെയ്തു, ഒരു മിസ്റ്റേക്സും കമ്മിറ്റ് ചെയ്തില്ല. മാച്ചിലുടനീളം ഭയങ്കര അവെയറായിട്ട് നിന്നു എന്നുള്ളതാണ്. ആ പെനാൽറ്റി കൺസീഡ് ചെയ്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ വലിയ എറേഴ്സും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ഇനാക്കി പെനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ പഹേൻ്റെ ക്ലോസ് റേഞ്ച് എന്നുള്ളൊരു സേവ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ, ഒരു രക്ഷയില്ലാത്ത സേവാണ്. അപ്പോൾ പെനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പെന എന്ന് പറയുന്ന പഹേനെ നമുക്ക് ആദ്യം അത്ര വിശ്വാസമില്ലായിരുന്നു. കാരണം ഒന്നാമത് നമുക്ക് ടെർ സ്റ്റെഗനെ പോലും വിശ്വാസമില്ല. ടെർ സ്റ്റെഗൻ പോകുമ്പോൾ നമ്മുടെ സെക്കൻഡ് കീപ്പർ ഓൾറെഡി കുറച്ച് മിസ്റ്റേക്കൊക്കെ വരുത്തിയതിൻ്റെ പേരിൽ വിമർശനങ്ങൾ കേട്ടൊരു കീപ്പർ
നമ്മൾ സെസിനെ കൊണ്ടുവരുന്നു ആൻഡ് അഗെയിൻ പെനനെ സ്റ്റാർട്ട് ചെയ്യിക്കുന്നു. എന്ത് ചെയ്യും എന്നുള്ള ഡൗട്ടായിരുന്നു. അല്ലെങ്കിൽ പെന സെറ്റാകുമോ, സീസൺ പോയി, ഗോൾ കീപ്പറില്ലാതെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഡൗട്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ ഉണ്ട് എന്ന് പെന കാണിച്ചു തന്നു. അമ്മാതിരി പെർഫോമൻസ്, കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ്, ബിഗ് മാച്ചിൽ ബിഗ് പ്ലെയേഴ്സിനെതിരെ ബിഗ് സേവുകൾ നടത്തുകയാണ് ഇനാക്കി പെന എന്ന് പറയുന്ന ഈ ഒരു സ്പാനിഷ് ഗോൾ കീപ്പർ. ലാമാസിയയിലൂടെ വന്ന ഈ വജ്രോ രത്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. പഹയൻ നമ്മുടെ ടീമിൻ്റെ നട്ടെല്ലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനാക്കി പെന. സെസിനി ആവുന്ന സമയത്ത് സെസിനിയും നമുക്ക് നല്ല ഔട്ട്പുട്ട് തരുന്നുണ്ട്. എനിവേ ഇനാക്കി പെന ഈ ഒരു ഹൈലൈൻ കളിക്കുന്ന സമയത്ത് നടത്തുന്ന ഔട്ടിങ്ങും ആൾ കൊടുക്കുന്ന പാസുകളും ആൾ ബോൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് കോൺഫിഡൻസും ഡിഫൻഡേഴ്സിനോടുള്ള ആ കെമിസ്ട്രിയും എല്ലാം പെർഫെക്ഷനാണ്. ആൾ നന്നായിട്ട് സ്വീപ്പ് ചെയ്ത് കളിക്കുന്നുണ്ട്. സോ ഇനാക്കി പെന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. താങ്ക് യു ഇനാക്കി പെന. ആസ് എ ബാഴ്സ ഫാൻ എന്നുള്ള നിലക്ക് ഈ ഒരു നന്ദി പറയാമെന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല. ഫ്രാങ്കി അടിപൊളിയായിട്ട് കളിക്കുന്നു. ഗാവി പറയേണ്ട ആവശ്യമുണ്ടോ, സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ട്. പെട്രി എന്ന് പറയുന്നത് ഒരു മജീഷ്യനാണ്. ആൾക്ക് ഗോളുണ്ടോ ഇല്ല, അസിസ്റ്റ് ഉണ്ടോ ഇല്ല, പക്ഷേ ഗ്രൗണ്ടിൽ ആളുടെ കളിയുണ്ട്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാസുകളാണ് കൊടുക്കുന്നത്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രിബിളുകൾ. അങ്ങനെ അന്യായ ഇമ്പാക്റ്റാണ് ഗ്രൗണ്ടിൽ പെഡ്രി എന്ന് പറയുന്ന മനുഷ്യൻ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ലമീൻ ഫസ്റ്റ് മിനിറ്റ് മുതൽ അവസാന മിനിറ്റ് വരെ ആൾ കയറുന്നത് 75-ാം മിനിറ്റിലെങ്ങാനോ ഗോളടിച്ചതിന് ശേഷം കയറുന്നത്. എന്നിട്ടോ അത്രയും സമയം അന്യായമായിട്ട് ആൾ റയൽ ബെറ്റിസിൻ്റെ ഡിഫൻസിനെ വിറപ്പിക്കുന്നുണ്ട്. ആൾ ഗോള് നേടിയിട്ടുണ്ട്, അസിസ്റ്റ് നേടിയിട്ടുണ്ട്. അനദർ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ഫ്രം ലാമിൻ യമാൽ. സോ അപ്രിസിയേഷൻസ് കൊടുക്കണം. പിന്നെ നമ്മുടെ ഫോൾസ് മാനായിട്ടുള്ള ഓൾമോ അടിപൊളിയായിട്ട് കളിച്ചു. ആൻഡ് റഫീഞ്ഞ അനദർ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ഫ്രം റഫീഞ്ഞ. ഒരു ഗോള് നേടി അന്യായം ഫോമിലാണ് നിലവിൽ റഫീഞ്ഞയും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ പയ്യന്മാരൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആളായിട്ട് വരുന്നുണ്ട്. പാബ്ലോ ടോറ വരുന്നുണ്ട്, പാവോ ടോറസ് വരുന്നുണ്ട്. എല്ലാവരും സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നതിന് ശേഷം നന്നായിട്ട് കളിക്കുന്നുണ്ട്. എനിവേ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള റിസൾട്ട്. കോപ്പ ഡെൽ റേൻ്റെ റൗണ്ട് ഓഫ് 60 കടന്ന് നമ്മൾ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. ക്വാർട്ടർ ഫൈനലിൽ എനിക്ക് തോന്നുന്നത് ഇനി ഒപ്പണൻസിനെ തീരുമാനിക്കുക ഡ്രോ ചെയ്തിട്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും നല്ലൊരു പെർഫോമൻസ്. കംപ്ലീറ്റ്ലി നമ്മൾ റയൽ ബെറ്റിസിനെ ചിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കി കളഞ്ഞു. അത് തന്നെ അറാഹോ ആൾ ക്ലബ്ബ് വിട്ട് പോകുന്നുള്ള ന്യൂസസ് വന്നു. പിന്നീട് കൺവിൻസ് ചെയ്തു, കിടിലൻ പെർഫോമൻസ് ആളോട് ഡ്രോപ്പ് ചെയ്തു. ആൻഡ് കുബാർസി നന്നായിട്ട് കളിച്ചു. ടോട്ടലി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു മാച്ചാണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാഴ്സയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.